بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കുകയും തഖ്വയോടെ അല്ലാഹുവിനെ ഭയന്ന് അവന്റെ സംതൃപ്തി നേടി സച്ചരിതരായ മുഅ്മിനുകളും മുവഹിദുകളുമായി ജീവിതം നയിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാ കമ, ഐഹിക ജീവിതത്തിന്റെ ഉപമ ആകാശത്തു നിന്ന് പെയ്യുന്ന ഒരു മഴ പോലെ മാത്രമാണ്. അൻസൽനാഹു മിനസ്സമ, മഴ ആകാശത്തു നിന്ന് നാം അത് ഭൂമിയിലേക്ക് പെയ്യിച്ചു. ഫഖ്തലത ബിഹി നബാത്തുൽ അർദ് മിമ്മാ യഅകുലുൻ നാസു വൽ അൻആം, അങ്ങനെ ആ മഴ മുഖേന മനുഷ്യരും കന്നുകാലികളും ഭക്ഷിക്കുന്ന ചെടികളെല്ലാം ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്നെ ഇടകലർന്നു വന്നു. ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖ്റഫഹ, മഴ പെയ്ത് മനുഷ്യർക്കും കന്നുകാലികൾക്കും മറ്റു ജീവജാലങ്ങൾക്കും ആവശ്യമായ സസ്യജാലങ്ങൾ പുഷ്പിച്ചപ്പോൾ, അത് സമൃദ്ധമായപ്പോൾ ഭൂമി അതിൻ്റെ അലങ്കാരങ്ങളെല്ലാം സ്വീകരിച്ചു. മനോഹരമായ ഒരു ഭൂമി. വസ്സയ്യനത്, അത് സുന്ദരമായി അലങ്കൃതമായി. വലന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ അതാഹാ അംറുനാ ലൈലൻ ഔ നഹാറ. വലന്ന അഹ്ലുഹാ, ആ ഭൂമിയുടെ ആ അലങ്കാരത്തിന്റെ ആളുകളൊക്കെ വിചാരിച്ചു, അന്നഹും ഖാദിറൂന അലൈഹ, അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടാൻ സാധിക്കും. മനോഹരമായ കൃഷികളും തോട്ടങ്ങളും കനികളുമൊക്കെ ഇങ്ങനെ ശരിപ്പെടുത്തിയെടുക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നവർ കരുതിയിരിക്കെ, അതാഹാ അംറുനാ ലൈലൻ ഔ നഹാറ, ഒരു രാത്രിയിൽ അല്ലെങ്കിൽ ഒരു പകലിൽ ആ മഴ മുഖേന അലങ്കൃതമായി നിൽക്കുന്ന ഭൂമിയിലേക്ക്, സസ്യജാലങ്ങളിലേക്ക് നമ്മുടെ ശിക്ഷയുടെ കൽപ്പന വന്നിറങ്ങി. ഫജഅൽനാഹാ ഹസീദൻ, ഒറ്റ രാവ് കൊണ്ട്, ഒറ്റ പകൽ കൊണ്ട് ആ സമൃദ്ധമായ കൃഷിയിടങ്ങളെല്ലാം കൊയ്തെടുക്കപ്പെട്ടതുപോലെ നാം ആക്കി തീർത്തു. കഅല്ലം തഗ്ന ബിൽ അംസി, അതിനുശേഷം നോക്കുമ്പോൾ തലേന്ന് അത് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ലാത്തതുപോലെ. ഇന്നലെ അങ്ങനെ ഒരു നാടോ അലങ്കരിച്ച ഒരു പ്രദേശമോ അതേപോലെ അഴകാർന്ന കൃഷികളോ ഒന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ലാത്തതുപോലെ, അവിടെ ആരും ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ലാത്തതുപോലെ കൊയ്തെടുക്കപ്പെട്ട ഒരു പ്രദേശമായി അത് മാറി. കദാലിക് നുഫസ്സിലുൽ ആയാതി ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇപ്രകാരമാണ് നാം ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുക. സൂറത്തു യൂനുസ് 10-ാമത്തെ സൂറത്തിലെ 24-ാമത്തെ ആയത്ത്. വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ, ഇത്തരം ആയത്തുകൾ കൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുക എന്നതല്ലാതെ നാം ഉദ്ദേശിക്കുന്നില്ല, നാം അയക്കുന്നില്ല. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പരീക്ഷണങ്ങളോ ശിക്ഷകളോ ദൃഷ്ടാന്തങ്ങളായി ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് ഇവിടെ വസിക്കുന്ന ബഹുജനങ്ങളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ, ഇത്തരം ദൃഷ്ടാന്തങ്ങളെ
ഭയപ്പെടുത്തലായിട്ടല്ലാതെ നാം ഇറക്കുന്നില്ല, അയക്കുന്നില്ല എന്ന് അല്ലാഹു പറഞ്ഞു. ഖുൽ ചോദിക്കുക നബിയെ, ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, പറഞ്ഞു കൊടുക്കണം നബിയെ, ആരാണ് അല്ലാഹു? അവൻ നിങ്ങളുടെ മുകളിൽ നിന്ന് ഒരു ശിക്ഷയെ നിങ്ങളിലേക്ക് അയക്കാൻ കഴിവുള്ളവനാണവൻ. ഔ മിൻ തഹ്തി അർജുലിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാലുകൾക്ക് കീഴിൽ മുകളിലേക്ക് ശിക്ഷയെ കൊണ്ടുവരാൻ കഴിയുന്നവനാണ്. ഔ യൽബിസക്കും ശിയാൻ, അല്ലെങ്കിൽ കക്ഷികളായി ആശയക്കുഴപ്പത്തിലാക്കാൻ കഴിവുള്ളവനാണ്. വയുദീഖ ബഅദകും ബഅസ ബഅദ്, അതേ പ്രകാരം നിങ്ങൾ പരസ്പരം ചിലരുടെ പീഡനങ്ങൾ മറ്റു ചിലരെ ആസ്വദിപ്പിക്കുന്നതിന് അവസരമുണ്ടാക്കാൻ കഴിവുള്ളവനാണ് നാം എന്ന് നമ്മെക്കുറിച്ച് നബിയെ താങ്കൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ നമുക്ക് വേണ്ടി സംവിധാനിച്ചു, മനോഹരമാക്കി, അഴകുള്ളതാക്കി. എല്ലാ സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നു. ഈ കാര്യം ഒരിക്കലും നമ്മൾ മറന്നുപോകാൻ പാടില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നാം ആസ്വദിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ അനുഗ്രഹങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഫഅലം, നീ മനസ്സിലാക്കണം, അന്നല്ലാഹു സുബ്ഹാനഹു അത്ഖന കുല്ലി ശൈഇൻ സുനഅഹു, അല്ലാഹു എല്ലാ വസ്തുക്കളെയും ഏറ്റവും കൃത്യവും സൂക്ഷ്മവുമായിട്ടാണ് അതിന്റെ നിർമ്മിതി നിർവഹിച്ചിട്ടുള്ളത്. അല്ലാഹു അശ്രദ്ധമായി നിർവഹിച്ചത് കൊണ്ടല്ല ഈ പ്രപഞ്ചത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നതും കെട്ടിടങ്ങൾ ഭൂമിക്കടിയിലേക്ക് പോകുന്നതും ഡാമുകൾ പൊട്ടിയൊഴുകുന്നതും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതും ഉരുൾപൊട്ടലുണ്ടാകുന്നതും. ഇതൊന്നും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ന്യൂനത കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. അള്ളാഹു എല്ലാ കാര്യങ്ങളെയും കൃത്യതയോടെയും പൂർണ്ണതയോടെയുമാണ് സൃഷ്ടിച്ചത്. വഅഹ്സന കുല്ല ശൈഇൻ ഖലഖഹു, അവൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും ഏറ്റവും മികച്ച രൂപത്തിലാണ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഫഹുവ ഇൻദ മബ്ദഇ ഖൽഖിഹി ബരീഉൻ മിനൽ ആഫാത്തി വൽ ഇലൽ, അള്ളാഹു മനുഷ്യരെയും സൃഷ്ടികളെയും സൃഷ്ടിച്ച ആദ്യകാലങ്ങളിൽ ദുരിതങ്ങളോ അതേപോലെ തന്നെ രോഗങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. താമുൽ മൻഫഅത്തി ലിമാ ഹുയ്യ വഖുലിഖ ലഹു, അവർക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ടതും പടക്കപ്പെട്ടതുമായ ഈ പ്രാപഞ്ചിക സംവിധാനങ്ങളെല്ലാം അവർക്ക് പൂർണ്ണമായ പ്രയോജനം നൽകുന്നവയായിരുന്നു. വഇന്നമാ തഅരിലുഹു ലഹുൽ ആഫാത്ത്, പിന്നീട് അവിടേക്ക് വിപത്തുകൾ അവർക്ക് കുറുകെ വരാൻ തുടങ്ങിയത് ബഅദ ദാലിക, അതിനുശേഷമാണ്. ബിഉമൂരിൻ ആഖിറ, മറ്റു ചില കാര്യങ്ങൾക്ക് ശേഷം. എപ്പോഴാണ് മനുഷ്യർക്ക് ഈ ഭൂമിയിലുള്ള ജീവിതം ദുസ്സഹമായി തീർന്നത്? എപ്പോഴാണ് അവർക്ക് മാരാരോഗങ്ങൾ ഉണ്ടായത്? എപ്പോഴാണ് അവർക്ക് പ്രയാസങ്ങളും ഭൂചലനങ്ങളും ഉരുൾപൊട്ടലുകളുമെല്ലാം അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നത്? മറ്റൊന്നുകൊണ്ടുമല്ല, മിൻ മുജാവറത്തിൻ ഔ ഇംതിസാജിൻ ഔ ഇഖ്തിലാത്തിൻ ഔ അസ്ബാബിൻ ഉഖർ തഖ്തളി ഫസാദഹു, ഈ ഭൂമി കുഴപ്പത്തിന് കാരണമാകുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങൾ, എന്തെല്ലാം ഏർപ്പാടുകൾ, ഏതെല്ലാം സഹവാസങ്ങൾ, ഏതെല്ലാം കൂടിക്കലരുകൾ, എന്തെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടാത്തത് ഇവിടെ സംഭവിക്കുന്നുണ്ടോ, അതിനെ തുടർന്നാണ് ഈ ഭൂമിയിൽ കുഴപ്പങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നത്. വലൗ തുരിക അലാ ഖിൽഖതിഹിൽ അസ്ലിയ മിൻ ഗൈരി തഅല്ലുഖി അസ്ബാബിൽ ഫസാദി ബിഹി ലം യഫ്സുദ്, ഈ ഭൂമിയിലെ വാസികൾ, ഇവിടെ നിവസിക്കുന്ന ബഹുജനങ്ങൾ, അവർ ഫസാദുകൾ, ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള ശിക്ഷയോ അള്ളാഹുവിന്റെ കോപമോ വന്നിറങ്ങാൻ കാരണമായ ഫസാദിന്റെ പ്രവർത്തനങ്ങളിലേക്കും ശിർക്കിലേക്കും കുഫ്റിലേക്കും ഹറാമുകളിലേക്കും തോന്നിവാസങ്ങളിലേക്കും അധമത്വങ്ങളിലേക്കും അവർ സ്പർശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഈ ഭൂമി നശിക്കാൻ കാരണമായ കാര്യങ്ങളെ അവർ കാരണമായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലം യഫ്സുദ്, ഈ ഭൂമിയിൽ ഒരു ദോഷവും ഉണ്ടാകുമായിരുന്നില്ല. ഈ ഭൂമിയിലെ കുഴപ്പങ്ങൾ എന്തു കണ്ടാലും, പ്രയാസങ്ങളും വേദനകളും ദുരിതങ്ങളും ദുരന്തങ്ങളും എന്തു പ്രത്യക്ഷപ്പെട്ടാലും ഒന്നാമതായി മനസ്സിലാക്കിക്കൊള്ളണം, ഈ ഭൂമിയിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയിട്ടുണ്ട്. ആ കാരണങ്ങൾ കൊണ്ടാണ്. അതിലൊന്നാമത്തേതെന്താ? ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുൽ സീറൂ ഫിൽ അർള്, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ഫൻളുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബൽ, കഴിഞ്ഞുപോയ സമുദായങ്ങളെ അല്ലാഹു ഒന്നടങ്കം നശിപ്പിച്ചത് എന്തിന്റെ പേരിലാണ് എന്ന് നിങ്ങൾ നന്നായി പരിശോധിക്കണം, പഠിക്കണം. പൂർവ്വകാല ചരിത്രം പഠിക്കണം. എത്രയോ തലമുറകളെ, കുടുംബങ്ങളെ, നാടുകളെ പല രീതിയിൽ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. ഘോര ശബ്ദം കൊണ്ട്, കൊടുങ്കാറ്റുകൾ കൊണ്ട്, കല്ലിന്റെ മഴ കൊണ്ടും, സാധാരണ മഴ കൊണ്ടും, പ്രളയം കൊണ്ടും, വരൾച്ച കൊണ്ടും പലതരത്തിൽ അല്ലാഹു കഴിഞ്ഞുപോയ പല കാലഘട്ടങ്ങളെയും അവിടെ നിവസിച്ചിരുന്ന ജനങ്ങളെയും അല്ലാഹു മുമ്പ് അവർ ഈ ഭൂമിയിൽ താമസിച്ചിരുന്നില്ലാത്തതുപോലെ, മുമ്പ് അവർ ഇവിടെ ഉണ്ടായിരുന്നിട്ടില്ലാത്തതുപോലെ
നാമാവശേഷമാക്കി കളഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കാന അക്സറുഹും മുശ്രിക്കീൻ. അല്ലാഹു പറഞ്ഞു, അവരിൽ ഭൂരിപക്ഷവും സൃഷ്ടിപൂജകരായിരുന്നു, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരായിരുന്നു. ഇതാണ് ഈ ഭൂമുഖത്ത് ഫസാദ് വരാനുള്ള ഒന്നാമത്തെ കാരണമായി പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുള്ളത്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തുടരുന്നു, വമൻ ലഹു മഅരിഫത്തുൻ ബിഅഹ്വാലിൽ ആലം വമബ്ദഇഹി യഅരിഫു അന്ന ജമീഅൽ ഫസാദി ഫീ ജവ്വിഹി വനബാതിഹി വഹയവാനിഹി വഅഹ്വാലി അഹ്ലിഹി ഹാദിസുൻ ബഅദ ഖൽഖിഹി ബിഅസ്ബാബിൻ ഇഖ്തല്ലത ഹുദൂസഹു. ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് ലോകത്തിന്റെ സ്ഥിതിഗതികൾ അറിയുമായിരുന്നെങ്കിൽ, അതിന്റെ തുടക്കത്തെ അവസ്ഥ അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, എങ്ങനെയാണ് ഭൂമുഖത്തേക്ക് എല്ലാ കുഴപ്പങ്ങളും ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ, ഇവിടുത്തെ ചെടികളിൽ, ഇവിടുത്തെ ജീവജാലങ്ങളിൽ, ഇവിടെ വസിക്കുന്ന ആളുകളുടെ അവസ്ഥകളിൽ എങ്ങനെയാണ് ദുരിതങ്ങൾ അതിനെ സൃഷ്ടിച്ചതിന് ശേഷം വന്നത്, ഏത് കാരണങ്ങൾ കൊണ്ടാണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അങ്ങനെ ആരാണോ മനസ്സിലാക്കിയത്, വലം തസൽ അഅ്മാലു ബനി ആദം വമുഖാലഫതുഹും ലിറുസുൽ തുഹദിസു ലഹും മിനൽ ഫസാദിൽ ആം വൽ ഖാസ്. ആമായതും ഖാസായതും പൊതുവായതും പ്രത്യേകമായതുമായ ഫസാദുകളെല്ലാം ഈ ഭൂമിയിലേക്കുണ്ടാകാൻ കാരണമായത് അള്ളാഹുവിന്റെ റസൂലുമാരെ അവർ തള്ളിയതുകൊണ്ടാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളെ അവർ നിരാകരിച്ചതുകൊണ്ടാണ്. ദുനിയാവിന്റെ താൽക്കാലിക ആസ്വാദനങ്ങൾക്ക് വേണ്ടി നന്മയുടെ മാർഗങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുകയും തിന്മയുടെ പൈശാചിക വഴികളിലേക്ക്, ഹറാമുകൾ, ശിർക്കും കുഫറും ബിദ്അത്തും മ്യൂസിക്കും ഡാൻസും പാട്ടും ഹറാമും, റിസോർട്ടുകളിൽ നടക്കുന്ന ആഭാസങ്ങളും ലഹരിയും തോന്നിവാസങ്ങളും മാഫിയ സംസ്കാരവും ഗുണ്ടായിസവും, ഇതെല്ലാം ഈ ദുനിയാവിന്റെ താൽക്കാലിക ആസ്വാദനങ്ങൾക്ക് വേണ്ടി ഏത് കാലഘട്ടത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടോ, അള്ളാഹു നിശ്ചയിച്ച ധാർമ്മികതയുടെ നിയമങ്ങൾ നാം എപ്പോഴെല്ലാം അവഗണിച്ചിട്ടുണ്ടോ, അപ്പോഴാണ് ഈ പ്രപഞ്ചത്തിലേക്ക് ഫസാദിന്റെ അടയാളങ്ങളെല്ലാം വന്നത് എന്ന് കൃത്യമായി കാണാൻ കഴിയും. അദ്ദേഹം തുടർന്ന് ആ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി വിശദീകരിക്കുന്നത് കാണാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫൈലം യത്തസിഅ ഇൽമുക ലിഹാദാ ഫക്തഫി ബിഖൗലിഹി തആല. ഈ ഭൂമിയിൽ എന്തുകൊണ്ടാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, അള്ളാഹു ദുരിതങ്ങളെ അയക്കുന്നത്, അള്ളാഹു എന്തിനാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത്, എന്തിനാണ് നിങ്ങൾക്ക് വേദനകൾ നൽകുന്നത്, എന്തിനാണ് നഷ്ടങ്ങളും വേർപാടുകളും അപ്രതീക്ഷിതമായ മരണങ്ങളും നിങ്ങൾക്ക് നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ചരിത്രങ്ങളൊന്നും പരിശോധിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ ഈ ഒരായത്ത് മാത്രം നിങ്ങൾക്ക് മതിയാകും. ഇതാ ഈ ആയത്ത് നിങ്ങൾ ഓതിക്കൊള്ളുക. ഫക്തഫി ബിഖൗലിഹി തആല. അല്ലാഹു തആലയുടെ ഈ ഒരൊറ്റ വചനം മതി ഈ ഭൂമിയിൽ എന്തുകൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്നതിന് മറുപടിയായി. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ഈ ഭൂമിയിൽ കടലിലും കരയിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷമായത് അവിടെയുള്ള ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങൾ നിമിത്തമാണ്. അത് നമ്മുടെ ശാസ്ത്രം പറയുന്നത് പോലെ പാറ പൊട്ടിച്ചതുകൊണ്ടോ മണ്ണ് കോരിയെടുത്തത് കൊണ്ടോ അല്ല. മണ്ണ് കോരിയെടുക്കാത്തത് കൊണ്ടാണ് പുഴകളിൽ ചെളി നിറഞ്ഞത് എന്ന് ഇന്ന് ശാസ്ത്രലോകം വിലപിക്കുകയാണ്. പാറകൾ പൊട്ടിച്ച് തിട്ടകൾ കെട്ടിപ്പടുക്കാത്തത് കൊണ്ടാണ് പുഴയിലൂടെ ഒഴുകിപ്പോകേണ്ട ശക്തമായ ജലങ്ങൾ വീടുകളിലേക്കും നിങ്ങളുടെ കൃഷിയിടങ്ങളിലേക്കും കയറി വന്നത് എന്ന് ഇന്ന് ശാസ്ത്രം വേദനാതിപ്പെടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാറ പൊട്ടിക്കാനും മണലെടുക്കാനും അള്ളാഹു നൽകിയ വലിയ നിഅമത്തായിട്ടാണ് ജാതി ജനതയുടെ സമൂദ് ജനതയുടെ ചരിത്രം പറയുന്നിടത്ത് വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽവാദ്, താഴ്വാരങ്ങളിൽ പാറകൾ വെട്ടി വീടുകൾ ഉണ്ടാക്കിയവരാണ്, സുരക്ഷിതമായ താവളങ്ങൾ ഉണ്ടാക്കിയവരാണ് സമൂദ് ഗോത്രം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് സൂറത്തുൽ അഅറാഫിൽ പാറ പൊട്ടിക്കാനും പാറ പിളർന്ന് ആ കല്ലുകൾ എടുത്ത് വീടുകൾ നിർമ്മിക്കാനും അള്ളാഹു അവർക്ക് അവസരം നൽകിയതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഫദ്കുറൂ ആലാ അല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണമെന്നാണ്. പാറകൾ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, മണൽ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. മനുഷ്യരുടെ കരങ്ങൾ കൊണ്ടുണ്ടാകുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ വീട്ടിലൊരു വാതിലുണ്ടാക്കാൻ വേണ്ടി മരം വെട്ടുന്നതോ ചുമരുകൾ പടുക്കാൻ വേണ്ടി പാറകൾ വെട്ടുന്നതോ അതേപോലെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി മണലുകൾ കൊണ്ടുവരുന്നതോ അല്ല മനുഷ്യരുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ. ശൈത്താൻ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുകയാണ്. മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ച കുഴപ്പങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സൃഷ്ടിപൂജയാണ്, ഖബർ പൂജയാണ്. അള്ളാഹുവെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതിന് പകരം സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിന് ആരാധനകളും നേർച്ചകളും നൽകേണ്ടതിന് പകരം ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും നൽകിയാൽ, ബീവിമാരെയും ബാബമാരെയും വിളിച്ചു പ്രാർത്ഥിച്ചാൽ
സിദ്ധന്മാരെയും ശൈഖുമാരെയും ആരാധിച്ചാൽ, ഉമ്മമാരെയും അമ്മമാരെയും അവരുടെ മുന്നിൽ നിങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ചാൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഈ ലോകത്ത് നടക്കുന്ന ദുരിതങ്ങളെന്നും സൂറത്തുർ റൂം 30-ാമത്തെ സൂറത്തിലെ 41-ാമത്തെ ആയത്ത് തെളിവായിക്കൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വഅംതർനാ അലൈഹിം മതറ, അവരിലേക്ക് അല്ലാഹു ഒരു മഴ ചൊരിഞ്ഞു. ഫൻലുർ, നിങ്ങൾ ചിന്തിക്കണം, കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, കുറ്റവാളികൾക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്? 7-ാമത്തെ സൂറത്തുൽ അഅറാഫിലെ 84-ാമത്തെ ആയത്ത് വീണ്ടും കാണാം. വഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമി, അദ്ദേഹത്തിന്റെ ജനതയിലെ നിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു, ലഇനിത്തബഉതും ശുഐബൻ ഇന്നകും ഇദൽ ലഖാസിറൂൻ, ശുഐബ് നബിയെ നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന ദുനിയാവ് നിങ്ങൾക്കുണ്ടാവുകയില്ല. ഫഅഖദത്ഹും റജ്ഫ, ശുഐബ് നബിയെ തള്ളിയതിന്റെ പേരിൽ ഒരു പ്രകമ്പനം അവരെ പിടികൂടി. ഫഅസ്ബഹൂ ഫീ ദാരിഹിം ജാസിമീൻ, അവർ അവരുടെ വീടുകളിൽ തന്നെ നാമാവശേഷമായവരായി നേരം പുലരുമ്പോഴേക്ക് മാറി. കാരണം എന്താ? അല്ലദീന കദ്ദബൂ ശുഐബ, അവർ അവരുടെ റസൂലിനെ ശുഐബ് അലൈഹിസ്സലാമിനെ കളവാക്കിയവരാണ്. കഅല്ലം യഗ്നൗ ഫീഹാ, തലേന്ന് അവർ ഉണ്ടായിട്ടില്ലാത്തതുപോലെ ആയി മാറി. അല്ലദീന കദ്ദബൂ ശുഐബൻ, അതേ അവർ ശുഐബ് അലൈഹിസ്സലാമിനെ കളവാക്കിയവരാണ്. കാനൂഹുമുൽ ഖാസിരീൻ, അവർ തന്നെ നഷ്ടക്കാരായി. വീടില്ല, കുടുംബങ്ങളില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, ഇന്ന് വരെ സമ്പാദിച്ചതൊന്നും അവരുടെ കയ്യിലില്ലാത്തൊരവസ്ഥയിലേക്ക് ശുഐബ് അലൈഹിസ്സലാമിന്റെ ജനത മാറിയെന്ന് സൂറത്തുൽ അഅറാഫിലെ 90 മുതൽ 92 വരെയുള്ള ആയത്തിൽ കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായും ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം, ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കണം. കേവലം ആസ്വാദനങ്ങളുമായി കന്നുകാലികൾക്ക് സമാനമായി ഭക്ഷിക്കുക, ഭുജിക്കുക, രമിക്കുക, ആസ്വദിക്കുക എന്ന ചെറിയൊരു അജണ്ടയെ അത് ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യമായി കൊണ്ടു നടക്കുകയും മരണത്തെക്കുറിച്ച് മറക്കുന്നു, ഖബറിനെ കുറിച്ച് മറക്കുന്നു, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, വിചാരണയെക്കുറിച്ച്, ഹൗദിനെ കുറിച്ച്, സ്വർഗനരകങ്ങളെ കുറിച്ച്, നമ്മുടെ അമലുകൾ തൂക്കുന്ന മീസാനിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊന്നും ചിന്തയില്ലാതെ തോന്നിവാസികളായി നടക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേക നാടുകൾ മാത്രമല്ല, ഈ ഭൂമുഖത്തെവിടെയുള്ള ജനതയും നാളെ നാമാവശേഷമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇലൈഹി യജ്അറൂൻ, റബ്ബിലേക്കാണ് അവർ ശബ്ദമിട്ട് മടങ്ങേണ്ടത്. റബ്ബിലേക്ക് മടങ്ങണം, അവനെ തള്ളിപ്പറയരുത്. അവന്റെ വിധി എന്ന് പറഞ്ഞാൽ യുക്തി അനുസൃതമാണ്, അന്യായമായി യാതൊന്നും അള്ളാഹു പ്രവർത്തിക്കുകയില്ല. അള്ളാഹു നമുക്ക് പ്രയാസങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും തരുന്നത് 2 നിലക്കാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് പരീക്ഷണവും, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിന്റെ ശിക്ഷയുമാണ്. അതുകൊണ്ട് 2 കൂട്ടരും ചിന്തിക്കേണ്ടതുണ്ട്. അവിശ്വാസികൾ തങ്ങൾ സ്വീകരിക്കുന്ന വിശ്വാസങ്ങളെക്കുറിച്ചും അതിന്റെ സ്രോതസ്സുകളെക്കുറിച്ചും നന്നായി പഠിക്കാനും തങ്ങൾ സ്വീകരിക്കുന്ന വിശ്വാസം ഇത് പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണോ എന്ന് പരിശോധിക്കാനും ബാധ്യസ്ഥരാണ്. സത്യവിശ്വാസികൾ റബ്ബ് നൽകിയ നിയമത്തുകൾക്ക് നന്ദി കാണിക്കുന്നിടത്തേക്ക് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനും ബാധ്യസ്ഥരാണ്. വലൗ അന്നാഹലൽ ഖുറാ ആമനൂ വത്തഖൗ, ഏത് ആ ഗ്രാമവാസികൾ അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ബറക്കത്തുകൾ നാം അവർക്ക് വേണ്ടി തുറക്കുമായിരുന്നു. വലാകിൻ, എന്നാൽ കദ്ദബൂ, വലിയൊരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ, അവർ അല്ലാഹുവിന്റെ നിയമത്തുകളെ തള്ളിക്കളഞ്ഞു. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്തിബൂൻ, അവർ സമ്പാദ്യമായി ഉണ്ടാക്കിയതെല്ലാം അതോടുകൂടി നാം പിടികൂടി. അഫ അമിന അഹ്ലുൽ ഖുറാ, ഈ ഗ്രാമവാസികൾ നിർഭയരാണോ? അൻയതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, രാത്രി സമയത്ത് അവർ ശാന്തമായി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ അരികിൽ നിന്നുള്ള ഒരു ശിക്ഷ അവരിലേക്ക് വന്നിറങ്ങുമെന്ന കാര്യത്തിൽ ഈ ഗ്രാമവാസികൾ നിർഭയരാണോ? അബ അമിന അഹ്ലുൽ ഖുറാ അൻയതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ, പകൽ സമയത്ത് ദുനിയാവിൽ മതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു ശിക്ഷ നിങ്ങളുടെ അരികിലേക്ക് വന്നിറങ്ങും എന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? അഫ അമിനൂ മക്റല്ലാഹ്, അല്ലാഹുവിന്റെ തന്ത്രത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിയില്ലാതെ കഴിച്ചുകൂട്ടുകയാണോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടം വരിച്ച ജനതയല്ലാതെ അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും അവന്റെ കോപത്തെക്കുറിച്ചും ഒരിക്കലും നിർഭയരായി ജീവിതം നയിക്കുകയില്ല എന്ന് 7-ാമത്തെ സൂറത്തുൽ അഅറാഫിലെ 96 മുതൽ 99 വരെ ആയത്തുകൾ പഠിപ്പിക്കുന്നു. ഫലമ്മാ നസൂ മാ ദുഃഖിറൂ, നാം അവർ ഓർമ്മിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മറന്നുപോയാൽ, അതായത് ദീനിനെ അവർ മറന്നാൽ, ദീനിന്റെ നിയമത്തെ അവർ മറന്നാൽ, പരലോക വിജയമാണ് ലക്ഷ്യമെന്ന കാര്യം
അവർ മറന്നാൽ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, ദുനിയാവിലെ എല്ലാ സന്തോഷങ്ങളുടെയും വാതിലുകൾ അവർക്ക് തുറന്നു കൊടുക്കും. കേവലം ഒരു മൊബൈൽ ഫോണിനകത്ത് പോലും ഹറാമിന്റെ ആസ്വാദനങ്ങൾ എമ്പാടുമാണ്. മ്യൂസിക്കും, കാണാൻ പാടില്ലാത്ത കാഴ്ചകളും, കേൾക്കാൻ പാടില്ലാത്ത ശബ്ദങ്ങളും, അതേപോലെ തന്നെ അങ്ങനെയുള്ള ആസ്വാദനങ്ങൾ എത്രത്തോളം എന്നറിയാമോ? നിസ്കരിക്കാൻ പള്ളിയിൽ വന്ന ജമാഅത്ത് കഴിയാൻ നമുക്ക് നേരല്ല. അപ്പോഴേക്കും എന്താണ് പുതിയ റീൽ എന്താ വന്ന് നോക്കണം. മ്യൂസിക്കുകൾ ആസ്വദിക്കണം. ഒരു സെക്കൻഡ് സുബ്ഹാനല്ലാഹ് മുഴുവൻ പറയാൻ നേരല്ല. ഒരു പേജ് ഖുർആൻ ഓതാൻ പള്ളിയിൽ വന്നിരിക്കുന്നവർക്ക് പോലും സമയമില്ല. അത്രമാത്രം അള്ളാഹുവിനെ മറന്ന് ദുനിയാവിന്റെ ആസ്വാദനങ്ങളിലും ആസക്തികളിലേക്കുമാണ് നമ്മൾ പോകുന്നതെങ്കിൽ അള്ളാഹു ദുനിയാവിന്റെ സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. പക്ഷേ അവർക്ക് ദുനിയാവിൽ അള്ളാഹു നൽകിയ സൗകര്യങ്ങളിൽ അവർ സന്തുഷ്ടരായി സന്തോഷിച്ചിരിക്കെ അഖദ്നാഹും ബഗ്തതൻ, അപ്രതീക്ഷിതമായി നാം അവരെ പിടികൂടി. ഫൈദാഹും മുബ്ലിസൂൻ, അപ്പോഴവരത് അങ്ങേയറ്റത്തെ നിരാശയിലകപ്പെടുന്നു. അള്ളാഹുവിനെ ആർക്കും ഒരു വിഷയത്തിലും തള്ളിപ്പറയാൻ പറ്റില്ല. ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവനവനെ പറഞ്ഞുകൊള്ളണം. നാം ഒരു ദോഷത്തിന് വിധേയരായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പക്കൽ നിന്ന് തന്നെ വന്നിരിക്കുന്നതാണ് എന്നുള്ളത് നന്നായി മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് നാം തിരുത്തേണ്ടത് എന്താണ്? അതാണ് പഠിക്കേണ്ടത്. അത് തിരിച്ചറിയാൻ, അതിനുവേണ്ടി നീക്കിവെക്കാൻ സമയമുണ്ടാകണം. ദുനിയാവിന്റെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടുന്ന തിരക്കിനിടയിൽ റബ്ബിന്റെ അരികിൽ നിന്ന് കിട്ടേണ്ട പാരിത്രികമായ വിജയമാകട്ടെ, ദുനിയാവിൽ ലഭിക്കേണ്ട സംരക്ഷണമാകട്ടെ, അള്ളാഹുവിന്റെ ആ സംതൃപ്തിക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് ചിന്തിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴേക്ക് നമ്മുടെ മയ്യത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഈ ഭൂമിയിൽ നാം നാളെ അഡ്രസ് ഇല്ലാത്തവരായി മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. റബ്ബിനെ ഭയന്നുകൊണ്ട് ശരിയായ വിശ്വാസവും ശരിയായ അമലുകളുമായി അള്ളാഹുവിനെ മാത്രം ഭയന്നുകൊണ്ട് അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സകല മഖ്ബറകളും ജാറങ്ങളും സൃഷ്ടിപൂജയുടെ കേന്ദ്രങ്ങളും അത് മുഴുവൻ നമ്മുടെ കാൽ കീഴിൽ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് തൗഹീദിന്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ദുനിയാവിലും ആഖിറത്തിലും ആത്യന്തികമായ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്കെല്ലാം ലഭ്യമാകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫൗസീകും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, ഏതൊരു ജനതയും നാം പിടികൂടിയിട്ടുള്ളത് അവരുടെ പാപങ്ങളും കുറ്റകൃത്യങ്ങളും കാരണമായിട്ടാണ്. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, അവരിലേക്ക് ചരൽ വർഷം നാം നൽകിയിട്ടുള്ള ആളുകളുണ്ട്. വമിൻഹും മൻ അഖദതുഹു സൈഹ, ഘോര ശബ്ദം അവരെ പിടികൂടിയ ജനതയും അവരിലുണ്ട്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ ജനതയും അതിലുണ്ട്. വമിൻഹും മൻ അഗ്റഖ്നാ, നാം മുക്കി നശിപ്പിച്ച ജനതകളുണ്ട്. വമാ കാനല്ലാഹു ലിയദ്ലിമഹും, അള്ളാഹു അവരോട് അനീതി കാണിച്ചിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അവർ അവരോട് തന്നെയാണ് അനീതി കാണിക്കുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അസ്സബ്റു ഹബ്സുൻ നഫ്സി, സബർ, നമ്മൾ സംയമനം വേണം എന്നാണ് എല്ലാവർക്കും ഉപദേശിക്കുന്നത്. സംയമനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പിടിച്ചുവെക്കലാണ്. അനി തസഖുതി ബിൽ മഖ്ദൂർ, ഖദറാക്കപ്പെട്ട കാര്യങ്ങളോട് കോപിക്കാതിരിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ വിധികൾ അത് പ്രയാസകരമായ വിധികളാണെങ്കിലും അതിനോട് കോപമില്ലാതിരിക്കുക എന്നതാണ് സബർ. നേരെ മറിച്ച് റബ്ബിനെ തള്ളിപ്പറയുന്ന, മോശമായ വാക്കുകൾ പറയുന്ന, എവിടെ സൃഷ്ടിച്ചവനെന്ന് ചോദിക്കുന്ന തരത്തിലുള്ള കോപത്തിന്റെ പദപ്രയോഗങ്ങൾ, ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. വഹബ്സുൽ ലിസാനി അനി ശക്വ, കുറ്റം പറയുന്ന, ആവലാതി പറയുന്ന നാവുകളെ പിടിച്ചു വെക്കണം. ഇതൊക്കെ സംഭവിച്ചതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി റബ്ബിനെ കുറ്റം പറഞ്ഞ് അവനവന്റെ പോരായ്മകളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. വഹബ്സുൽ ജവാരിഹി അനിൽ മഅസിയ, നമ്മുടെ അവയവങ്ങളെ ഹറാമിലേക്ക് പോകാതെ, ഹറാമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാതെ പിടിച്ചു വെക്കണം. കല്ലത്തുമി വശത്തെ സിയാബി എന്ന് പറഞ്ഞാൽ ആളുകൾ ദുരിതങ്ങൾ ഉണ്ടാകുമ്പം മുഖത്തടിക്കും, നെഞ്ചത്തടിക്കും, കുപ്പായം പിന്നിക്കേറും, നത്തുഫുഷർ മുടി പിടിച്ചു പറിക്കും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യാതിരിക്കണം. അതാണ് ഒരാൾ സ്വബർ പാലിക്കുന്നു എന്നുള്ളതിന്റെ അടയാളം എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. നേരെ മറിച്ച് റബ്ബിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ ആവലാതി. യാക്കൂബ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകനെ വർഷങ്ങളോളം കാണാതിരിക്കുമ്പോൾ ഇന്നമാ അശ്കൂ ബസ്സീ വഹുസ്നീ ഇലല്ലാഹ്, എന്റെ പരാതികളും എന്റെ ദുഃഖവും ഞാൻ അള്ളാഹുവിനോട് മാത്രം ആവലാതിപ്പെടുന്നു എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ആഹ്ലാദങ്ങളും അനുഗ്രഹങ്ങളും അവർ നേരിടേണ്ടി വരുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും രണ്ടും ആത്യന്തികമായി അവർക്ക് ഗുണമാണ്. സത്യവിശ്വാസികൾക്ക് മാത്രമേ അതുള്ളൂ.
നിഅമത്തുകൾ ഉണ്ടാകുമ്പോൾ അവർ നന്ദി കാണിക്കും, അൽഹംദുലില്ലാഹ് എന്ന് പറയും, ഹലാലായ രൂപത്തിൽ അത് കൈകാര്യം ചെയ്യും. അങ്ങനെ അവർക്ക് വലിയ പ്രതിഫലം കിട്ടും. പ്രയാസങ്ങളോ ദുരിതങ്ങളോ വന്നാൽ സംയമനം പാലിക്കും, ക്ഷമ പാലിക്കും. ഹറാമുകളിലേക്കോ അതേപോലെ തന്നെ അസ്വസ്ഥതകളിലേക്കോ നിരാശയിലേക്കോ അവർ വഴിമാറിപ്പോവുകയില്ല. അതിനവർക്ക് പ്രതിഫലം ലഭിക്കും. സത്യവിശ്വാസികൾക്ക് ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒരുപോലെ പ്രതിഫലാർഹമായിരിക്കും എന്ന് കാണാൻ സാധിക്കും. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമ പാലിക്കുന്നവരെ സന്തോഷം അറിയിക്കണം. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്കൊരു വിപത്ത് ബാധിച്ചാൽ ഖാലൂ, ആദ്യം അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, ഞങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്കാണ് അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുള്ളത്, കാരുണ്യമുള്ളത്. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് നേർമാർഗ്ഗത്തിലുള്ളത്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഇദാ അറാദല്ലാഹു ബി അബ്ദിഹിൽ ഖൈർ, ഒരു നന്മ അടിമയ്ക്ക് നൽകണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, അവർക്ക് അള്ളാഹു പരലോകത്ത് കൊടുക്കേണ്ട ശിക്ഷയെ ദുനിയാവിൽ തന്നെ വേഗം കൊടുക്കും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തത്തിൽ അവൻ അകപ്പെട്ടാൽ പരലോകത്ത് അവന് കിട്ടേണ്ട ശിക്ഷ ഇവിടെ കൊടുത്തു. ഇവിടെ ചെറിയ ശിക്ഷയാണ്, പരലോകത്ത് സഹിക്കാൻ പറ്റാത്ത ശിക്ഷയാണ്. അവൻ രക്ഷപ്പെട്ടു എന്നർത്ഥം. അള്ളാഹു അവനോട് കാണിക്കുന്ന കാരുണ്യമായി അതിനെ വിലയിരുത്തേണ്ടതുണ്ട് എന്നർത്ഥം. അതേപ്രകാരം ഹസനുൽ ബസ്രി പറഞ്ഞു, ലാ തക്റഹുൽ ബലായ അൽ വാഖിയ, നാട്ടിൽ കാണുന്ന ദുരിതങ്ങളെ നിങ്ങൾ വെറുക്കരുത്. വന്യഖമാത്തിൽ ഹാദിസ, സംഭവിക്കുന്ന വേദനകളെ കഷ്ടപ്പാടുകളെ നിങ്ങൾ വെറുക്കരുത്. ഫല റുബ്ബ അംബിൻ തക്റഹു ഫീഹി നജാതു, നിങ്ങൾ വെറുത്ത എത്ര സംഗതികളാണ് നാളെ നിങ്ങൾക്ക് ഗുണമായി മാറിയത്. ഒരു മുള്ളു തറച്ചാൽ അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരും, സ്വർഗത്തിൽ പദവി ഉയർത്തിത്തരും. വേദനകളും പ്രയാസങ്ങളും സഹിച്ചവർ സത്യവിശ്വാസികളാണെങ്കിൽ, മുവഹിദുകളാണെങ്കിൽ അവർക്ക് അത് വലിയ നേട്ടമാണ്. ഇബാദത്തുകൾ കൊണ്ടും നന്മകൾ കൊണ്ടും അത് വർദ്ധിപ്പിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് എങ്ങനെയെങ്കിലും അവരെ സ്വർഗത്തിൽ ഉയരത്തിലെത്തിക്കാൻ അള്ളാഹു കൊടുക്കുന്ന അവസരമാണ് അവർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതേപ്രകാരം തന്നെ വല റുബ്ബ അംബിൻ തുസിറുഹു ഫീഹി അതബുക്, എത്ര നമുക്ക് ആ സ്വാധീനമുണ്ടാക്കിയ, നമ്മൾ വിസ്മയിച്ചു പോയ എത്ര കാര്യങ്ങളാണ്, നമ്മളെ സന്തോഷിപ്പിച്ച, നമ്മളെ ആസ്വദിപ്പിച്ച എത്ര കാര്യങ്ങളാണ് നാളെ നമുക്ക് ദുരിതമായി തീർന്നത്, നാളെ നമുക്ക് നരകത്തിലേക്കുള്ള വഴിയായി തീർന്നത്. അതും ചിന്തിക്കണം. ഇവിടെ ആസ്വദിച്ച് ജീവിക്കുന്നു എന്നുള്ളതല്ല, അള്ളാഹുവിൻ്റെ ശ്രദ്ധയും പരിഗണനയും നമുക്കുണ്ട് എന്നുള്ളത്. ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അതും അള്ളാഹു നമ്മെ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നതിന്റെ അടയാളമാണ് എന്നാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഫുളൈൽ ഇബ്നു സഹിൽ പറഞ്ഞു, ഇന്ന ഫിൽ ഐലലി ലനിഅമൻ ലാ യംബഗി ലിൽ ആഖിലി അൻ യജ്ഹലഹ, ബുദ്ധിയുള്ള ഒരാളും മനസ്സിലാക്കാതിരിക്കാൻ പാടില്ലാത്ത നേട്ടങ്ങളും അനുഗ്രഹങ്ങളുമാണ് രോഗങ്ങളിലും ദുരിതങ്ങളിലും അള്ളാഹു വെച്ചിട്ടുള്ളത്. ബുദ്ധിയുള്ളവർക്ക് തള്ളാൻ പാടില്ല. ഫഹിയ തംഹീസുൽ ലിദുനൂബ്, ദുരിതങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കും. വതഅറുദുൻ ലിസബാബി സബർ, ആ സമയത്ത് സംയമനം പാലിക്കുന്നതിന്റെ വലിയ പ്രതിഫലം അവരെ അഭിമുഖീകരിക്കും. വഇഖാദുൻ മിനൽ ഗഫല, റബ്ബിനെ മറന്നുകൊണ്ട്, പരലോകത്തെ മറന്നുകൊണ്ട്, മരണത്തെ മറന്നുകൊണ്ടുള്ള ജീവിതത്തിൽ അവരെ അത് ഉണർത്തും. ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളും ഉണരും. സത്യവിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത്. അവർ കൂടുതൽ റബ്ബിലേക്ക് അടുക്കും. വതദ്കീറും ബിന്നിഅമതി ഫീ ഹാലി സിഹ, ഈ ദുരിതങ്ങളില്ലാത്ത ഘട്ടത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എത്രമാത്രമുള്ളതായിരുന്നുവെന്ന് അവർ ചിന്തിക്കും. വസ്തിദ്ആഉ ലിത്തൗബ, അവർ തൗബയ്ക്ക് വേണ്ടി റബ്ബിനോട് നിരന്തരമായി തേടിക്കൊണ്ടിരിക്കും. വഹല്ലുൻ അല സദഖ, അവർ സദഖ കൊടുക്കാൻ, അവർ പാവങ്ങളെ സഹായിക്കാൻ, ദുരിതങ്ങളിൽപ്പെട്ടവർക്ക് ആശ്വാസം നൽകാൻ അവർ അങ്ങേയറ്റം പ്രയത്നിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും സദഖ കൊടുക്കണമെന്ന് ചിന്തിക്കാത്ത ആളുകൾ പോലും ദുരിതരംഗത്ത് ആ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കണമല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെ ഒരുപാട് നന്മകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരിതങ്ങളിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ് അജബല്ലി അംദിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. അത് സത്യവിശ്വാസിക്കല്ലാതെയില്ല. അവന് സന്തോഷമുണ്ടായാൽ നന്ദി കാണിക്കും, ആ നന്ദിക്ക് കൂലി കിട്ടും, നന്മയാണ്. പ്രയാസങ്ങളുണ്ടായാൽ സംയമനം പാലിക്കും, ആ സംയമനത്തിന് കൂലി കിട്ടും, അതും അവന് ഗുണമായിട്ട് ഭവിക്കുമെന്ന് പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ പാപങ്ങൾ പുറത്തു കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി ഫീ ദീനിഹി വനഫ്സിഹി വമാലിഹി, തന്റെ ദീനിന്റെ വിഷയത്തിൽ, ശരീരത്തിന്റെ വിഷയത്തിൽ, സ്വത്തിന്റെ വിഷയത്തിലുള്ള പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. ഹത്താ യൽഖല്ലാഹ, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ. കണ്ടുമുട്ടുമ്പോൾ വമാ അലൈഹി ഖതീഅ, അവനിൽ പാപങ്ങൾ ഉണ്ടാവുകയില്ല.
ദുനിയാവിൽ അവൻ സഹിച്ച പരീക്ഷണങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ അവൻ ഈമാനും തൗഹീദും നിലനിർത്തിയവനായതുകൊണ്ടും അതിന്റെ പേരിൽ അവന്റെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കൊടുത്തിരിക്കുന്നു. രണ്ടാമതായി വലിയ പ്രതിഫലം, പദവികൾ നാളെ സ്വർഗ്ഗത്തിൽ ഉയർത്തുന്ന സാഹചര്യം. യബദ്ദുനാസുൻ യൗമൽ ഖിയാമ അന്ന ജുലൂദഹും മൻ തുഖറദ ബിൽ മഖാരീർ ലമ്മ യറൗന ജസാഅ അഹ്ലിൽ ബല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്തെത്തുമ്പോൾ ചില ആളുകളുണ്ട് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ശരീരങ്ങളൊക്കെ വികൃതമാക്കപ്പെട്ടിരുന്നുവെങ്കിൽ, കത്രികകൾ കൊണ്ട് കത്രിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്ന. എപ്പോഴാണ് അവർ പറയാ? ജനങ്ങൾ കൊതിക്കും, എനിക്ക് ദുനിയാവിൽ പീഡനങ്ങൾ ഉണ്ടായില്ലല്ലോ, ഞാൻ വേദനകൾ സഹിച്ചില്ലല്ലോ, എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായില്ലല്ലോ, എന്റെ ശരീരം നുറുങ്ങിപ്പോയില്ലല്ലോ എന്ന് നാളെ ചോദിക്കും. യബദ്ദുനാസും, ജനങ്ങൾ കൊതിക്കും. എന്താണ്? അന്ന ജുലൂദഹും, അവരുടെ തൊലികളെല്ലാം മൻ തുഖറദ ബിൽ മഖാരീർ, കത്രികൾ കൊണ്ട് കത്രിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദുനിയാവിൽ അവൻ ഒരു അവസരം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് എന്റെ ശരീരം വേദനിപ്പിക്കപ്പെടാതിരുന്നത് എന്നവൻ ചോദിക്കും. എപ്പോഴാ ചോദിക്കുന്നത്? ലമ്മ യറൗന ജസാഅ അഹ്ലിൽ ബല. ദുനിയാവിൽ ദുരിതം ബാധിച്ച ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് നൽകുന്ന മഹത്തായ പ്രതിഫലം കാണുമ്പോൾ, അവരുടെ പദവികൾ ഉയർത്തിക്കൊടുക്കുന്നത് കാണുമ്പോൾ, എന്റെ പദവി ഉയരാത്തത് എനിക്ക് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അതേപോലെ ഉയർന്ന പ്രതിഫലം ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, മാ യുസീബുൽ മുഅ്മിന മിൻ ശൗക്കത്തിൻ ഫമാ ഫൗഖഹാ, ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും അതിന് മുകളിലുള്ളതാണെങ്കിലും ഒരു മുഅ്മിനെ ബാധിക്കുന്നില്ല. ഇല്ലാ റഫഅഹു അല്ലാഹു ബിഹാ ദറജ, അത് മുഖേന അള്ളാഹു അവന്റെ പദവികൾ ഉയർത്താതെ, ഔ ഹത്ത അൻഹു ബിഹാ ഖതിയ, അല്ലെങ്കിൽ അവന്റെ പാപങ്ങൾ എടുത്തു കളയാതെ. മൂന്നാമതായി അള്ളാഹുവിന്റെ നിഅമത്തുകൾ നന്നായി ഓർക്കാൻ കഴിയും. നാലാമതായി നമുക്ക് നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ചും ഇബാദത്തുകളെക്കുറിച്ചും, ജീവിതത്തിൽ നിന്ന് ഓരോ വർഷം കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദുനിയാവിലെ ജീവിതം അവസാനിക്കാറാകുമ്പോഴേക്കും എനിക്ക് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ, ദീന് പഠിക്കാനും അത് പാലിക്കാനും, എന്റെ കുടുംബത്തെ തർബിയത്ത് ചെയ്യാനും, ഹറാമുകളിൽ നിന്ന് മാറ്റി നിർത്താനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പുനർവിചിന്തനം നടത്താനുള്ള സന്ദർഭമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് സാധാരണയുള്ളതിനേക്കാൾ കൂടുതലായി നാം അള്ളാഹുവിന്റെ ദിക്റിലായിരിക്കുകയും നമ്മുടെ ദുർബലാവസ്ഥയും അള്ളാഹുവിന്റെ അജയ്യതയും ശക്തിയും നാം നന്നായി മനസ്സിലാക്കുകയും ചെയ്യണം. ഈ ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ആവർത്തിച്ചു വരുന്ന ഭൂചലനങ്ങൾ, സമൂഹങ്ങൾ ഇല്ലാതായി പോകൽ. ഇതെല്ലാം ലോകാവസാനത്തെ കുറിക്കുന്നു. നമ്മുടെ മരണമാണ് നമ്മുടെ അവസാനം എന്നും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദുരിതങ്ങളും പ്രയാസങ്ങളുമൊക്കെ കൂടുതൽ വിനീതരാകാനും ദീനിൽ ശക്തി പ്രാപിക്കാനും കാരണമാകണം. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്, നിനക്ക് മുമ്പുള്ള സമുദായങ്ങളിലേക്ക് നാം അയച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും, അവരെ നാം പിടികൂടിയിട്ടുണ്ട്. ബിൽ ബഅ്സാഇ വല്ലറാ, കഷ്ടപ്പാടുകൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും. എന്തിനു വേണ്ടിയാണ് എന്നറിയാമോ? ലഅല്ലഹും യതദറഊൻ, അവർ വിനയമുള്ളവരായിരിക്കാൻ വേണ്ടി. ഫലൗലാ ഇദ് ജാഅഹും ബഅ്സുനാ തദറഊ, അവർ ദുരിതങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ എന്തുകൊണ്ട് അവർ വിനയം കാണിച്ചില്ല, അള്ളാഹുവിലേക്ക് താഴ്മ കാണിച്ചില്ല? വലാകിൻ ഖസത് ഖുലൂബുഹും, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വസയ്യനഹും ശൈത്താനു മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന കുഫറും ശിർക്കും ബിദ്അത്തും ഹറാമും, അങ്ങനെ അവർ ചെയ്തു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും ശൈത്താൻ അവർക്ക് അലങ്കൃതമായി തോന്നിച്ചു എന്ന് 6-ാമത്തെ അധ്യായം സൂറത്തുൽ അൻആമിലെ 42-43 ആയത്തുകളിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നന്നായി ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. നാം ചെയ്തു കൂട്ടുന്ന തിന്മകളാണ് അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള കടുത്ത പരീക്ഷണങ്ങളായും വലിയ പ്രയാസങ്ങളായും അതേപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ ശിക്ഷകളായും വന്നിറങ്ങുന്നത് എന്നുള്ള കാര്യം ഒരു കാരണവശാലും നമ്മൾ മറക്കാൻ പാടില്ല. ഒരു വചനം പ്രത്യേകം ഓർത്തു വെക്കണം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അഖ്ബല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ ഒരിക്കൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. യാ മഅ്ശറൽ മുഹാജിരീൻ, ഓ മുഹാജിർ സംഘമേ, ഖംസുൻ, 5 കാര്യങ്ങൾ, ഇദബ്തുലീതും ബിഹിൻ, ആ 5 കാര്യങ്ങളാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുൻ, ആ 5 കാര്യങ്ങളും നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ഞാൻ റബ്ബിനോട് രക്ഷ ചോദിക്കുന്നു. ഒരിക്കലും നമ്മെ പിടികൂടാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പരിശോധിച്ചാൽ ഈ 5 കാര്യങ്ങൾ നമ്മുടെ ഉമ്മത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ നിർബന്ധമായും അതിൽ നിന്ന് ഒഴിവായേ പറ്റൂ. അതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1, ലം തൽഹരിൽ ഫാഹിശതു ഫീ ഖൗമിൻ ഖത്തു, ഒരു ജനതയിൽ അധമവൃത്തികൾ പരസ്യമാവുകയില്ല. ഹത്താ യൂലിനു ബിഹാ, എന്നിട്ട് അവർ പരസ്യമായി തന്നെ ആ തോന്നിവാസങ്ങളൊക്കെ ചെയ്യും. ഡാൻസും പാട്ടും കൂത്തും തോന്നിവാസങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ വന്നാൽ ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ, പ്ലേഗ് രോഗം അവരിൽ വ്യാപിക്കാതിരിക്കില്ല. വലൗജാഉല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിം അല്ലദീന മലൗ, കഴിഞ്ഞുപോയ സമുദായങ്ങളിലൊന്നും കാണാത്ത രോഗങ്ങൾ അവരിലേക്ക് പകർച്ചയായി കടന്നു വരാതിരിക്കില്ല.
അധർമ്മങ്ങൾ വ്യാപിച്ചാൽ പകർച്ചരോഗങ്ങൾ ദുനിയാവിൽ അള്ളാഹു നൽകും. വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ, കച്ചവടക്കാർ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചാൽ, കുറവ് വരുത്തിയാൽ, ഇല്ലാ ഉഖിദു ബിസ്നിൻ, അവരുടെ കൃഷിനാശം അവർക്ക് വരുത്താതിരിക്കില്ല. വശിദ്ദത്തിൽ മഊന, അവർക്ക് വലിയ പ്രയാസങ്ങൾ അവർ നേരിടേണ്ടി വരും, കഷ്ടപ്പാടുകൾ. വജൗരി സുൽത്താനി അലൈഹിം, ഭരണാധികാരികൾ അവരോട് അക്രമം കാണിക്കുന്ന, അനീതി കാണിക്കുന്ന ഭരണാധികാരികളുടെ കീഴിൽ ജീവിക്കേണ്ട സാഹചര്യം അവർക്ക് വരാതിരിക്കില്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവരോട്. വലം യംനഊ സകാത്ത് അംവാലിഹിം, സകാത്ത് കൊടുക്കാത്തവരാണെങ്കിലോ മൂന്നാമത്തെ കാര്യം, ഇല്ലാ മുനിയുൽ ഖത്തർ, മഴ തടയപ്പെടാതിരിക്കില്ല. മിനസ്സമാ, ആകാശത്തുനിന്ന് മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ വലൗലൽ ബഹായിം ലം യുംതറു, ഇവിടെ കന്നുകാലികളില്ലെങ്കിൽ മഴ തന്നെ വരുമായിരുന്നില്ല, മനുഷ്യരിങ്ങനെ തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടിയാൽ. വലൻ യൻഖുദു അഹദല്ലാഹ്, അള്ളാഹുവിന്റെ കരാർ ലംഘിച്ചാൽ, അതായത് ശിർക്ക് ചെയ്തു, ബിദ്അത്തുകൾ ചെയ്തു, ഹറാം ചെയ്തു, കരാർ ലംഘനമാണ്. ഇല്ലാ സല്ലത്തല്ലാഹു അലൈഹിം അദുവ്വൻ മിൻ ഗൈരിഹിം, അവരുടെ മേൽ ശത്രുക്കൾ അവരെ അതിജയിക്കുന്ന സാഹചര്യം വരാതിരിക്കില്ല. ഫാഖദു ബഅദ മാ ഫി ഐദീഹിം, അവരുടെ കരങ്ങളിലുള്ള ചിലത് അവരെ പിടികൂടാതെയും ഇരിക്കില്ല. വമല്ലം തഹ്കുൻ അയിമ്മത്തുഹും ബികിതാബില്ലാ, അവരുടെ നേതാക്കന്മാർ, ഭരണാധികാരികൾ അല്ലാഹുവിന്റെ വിധി അനുസരിച്ച്, കിതാബ് അനുസരിച്ച് വിധിക്കുന്നില്ലെങ്കിൽ, വയതഖയ്യറു മിമ്മാ അൻസലല്ലാഹ് ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും, ആ ഉമ്മത്ത് പരസ്പരം പോരടിക്കാതിരിക്കുകയില്ല. അപ്പോൾ ദീന് കൃത്യമായി പാലിച്ച് റബ്ബിനെ ഭയന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാത്ത പക്ഷം വമാ അസ്വാബക്കും മിൻ മുസീബത്തിൻ, ഏതൊരു ദുരിതം നിങ്ങളെ ബാധിച്ചാലും, ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കരങ്ങൾ ചെയ്തു കൂട്ടിയത് തന്നെയാണ്. വയാഫു അൻ കസീർ, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു തരുന്നു. അള്ളാഹുവെ, ഞങ്ങളുടെ അവിവേകം കൊണ്ട് പ്രവർത്തിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് കലവറയില്ലാതെ പുറത്തു മാപ്പാക്കി തരണമേ. നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ തക്കവണ്ണം, ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം നിന്റെ ദീനിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി കീഴ്പ്പെടാൻ മഹാഭാഗ്യം നീ ഞങ്ങൾക്കെല്ലാം പ്രദാനം ചെയ്യണമേ. വയനാട്ടിലും പരിസരത്തും ഞങ്ങളുടെ അയൽനാടുകളിലും അങ്ങേയറ്റം പ്രയാസത്തിലും വേദനയിലും കഷ്ടപ്പാടിലും മുഴുകിയ ഞങ്ങളുടെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, നാട്ടുകാർ, അവർക്കെല്ലാം ആ ദുരിതങ്ങൾക്ക് പകരമായി നീ ആശ്വാസം നൽകണമേ. സച്ചരിതരായ സത്യവിശ്വാസികളായി മുവഹിദുകളായി മരിച്ചു പിരിയാൻ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കെല്ലാം നീ മഹാഭാഗ്യം നൽകണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മുവഹിദുകളായ നമ്മുടെ പ്രിയപ്പെട്ടവർ, രക്ഷിതാക്കൾ, സഹോദരങ്ങൾ, പണ്ഡിതന്മാർ, എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു പ്രയാസങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, പ്രളയങ്ങളിൽ നിന്നും നമ്മെ അള്ളാഹു നമ്മുടെ ഈമാനും സത്യവിശ്വാസവും കാരണമായി അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ ഇതാഅതിക്. اللهم أعنا على ذكرك وشكرك وحسن عبادتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. وصلى الله على من لا نبي بعده.